ഹായ് മക്കളെ, അപ്പോൾ വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 10ാം ക്ലാസ്സിലെ എക്സാമിനേഷനൊക്കെ എഴുതി റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ +1 നിങ്ങൾ സയൻസ് എടുക്കാൻ പല കുട്ടികൾക്കും താല്പര്യം ഉണ്ടായിരിക്കും അല്ലേ. ആ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ 10ാം ക്ലാസ് പോലെയല്ല +1 എന്ന് എല്ലാവരും നിങ്ങളോട് പറയുന്നതാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എൻ്റെ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഭയങ്കര ഒരു ഡിഫറൻ്റ് ആണ് നമ്മുടെ സിലബസിലുണ്ടായിരിക്കുന്നത്. വലിയൊരു സിലബസാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. ഫിസിക്സിൻ്റെ 2 ടെക്സ്റ്റ് ബുക്കോളം നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം 10ാം ക്ലാസ്സിൽ ചെറിയൊരു ടെക്സ്റ്റ് ബുക്കിൽ 6ഓ 7ഓ ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 14 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ആ 14 ചാപ്റ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ചാപ്റ്ററിൻ്റെ എത്രയോ മടങ്ങ് വലുതാണെന്ന് അറിയാമോ മക്കളെ. അപ്പോൾ ഈ ഫിസിക്സിനെയൊക്കെ നമ്മൾ എളുപ്പത്തിൽ എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യണം. നിങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച അതേ കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്കിവിടെ പഠിക്കാനുണ്ട്, +1 പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 8ാം ക്ലാസ്സിനെയും 9ാം ക്ലാസ്സിനെയും ഒന്ന് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളെ ഒന്ന് പൊടിതട്ടി എടുത്തിട്ട് നമുക്ക് +1 അത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ പറയുന്ന ഒരു കോഴ്സിലോട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സാണ്. സോ അതിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും എന്ത് വരുന്നുണ്ട്, ബ്രിഡ്ജ് കോഴ്സ് വരുന്നുണ്ട്. എല്ലാ മക്കളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ബ്രിഡ്ജ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനെ കുറിച്ചും അതേപോലെ തന്നെ കെമിസ്ട്രിയെ കുറിച്ചോ ഒരു നല്ലൊരു ഐഡിയ ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങളെ എങ്ങനെ +1 കണക്ട് ചെയ്യാവുന്നൊരു വെൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് +1 ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഫിസിക്സിൻ്റെ ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്. എല്ലാ മക്കളും ഉണ്ടായിരിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഫിസിക്സ് പഠിച്ചു തുടങ്ങാം. ഈ വെക്കേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. കാരണം വലിയ സിലബസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം മുതൽ തന്നെ പഠിച്ച് നല്ലൊരു മാർക്ക് എടുത്തു തരാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. അപ്പോൾ സമയം മറക്കണ്ട, ഇന്ന് രാത്രി 7 മണിക്ക്.